ഇന്ന് നമ്മളിവിടെ ഒരു പുതിയ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാണ്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്ന ചാപ്റ്റർ. അത് റീപ്രൊഡക്ഷൻ യൂണിറ്റിലെ 4ാമത്തെ ചാപ്റ്റർ ആണ്. അപ്പോൾ നമ്മൾ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം എന്ന് പറയുന്ന ഒരു ജനറൽ ചാപ്റ്റർ പഠിച്ചു, സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് പഠിച്ചു, അതേപോലെ ഹ്യൂമൻ റീപ്രൊഡക്ഷനും പഠിച്ചു. ഇനി നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്, അതായത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിന്റെ ഹെൽത്തിന് അസോസിയേറ്റ് ആയിട്ട് ആരോഗ്യമുള്ള ഒരു റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം സൊസൈറ്റിയിലും അതേപോലെ തന്നെ എല്ലാ തരത്തിലും എല്ലാ ആസ്പെക്റ്റിലും റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം എന്നാണ് ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. അതിനകത്ത് നമ്മൾ പറയുന്ന റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് problems and strategies, population explosion and birth control, medical termination of pregnancy, sexually transmitted diseases, infertility treatment, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് കേട്ടോ. നമ്മൾ ഓൾറെഡി ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റവും അതിന്റെ ഫംഗ്ഷൻസും 3ാമത്തെ ചാപ്റ്ററിൽ പഠിച്ചു കഴിഞ്ഞതാണ് അല്ലേ. അപ്പോൾ ഇതിന് അസോസിയേറ്റ് ആയിട്ടുള്ള ഒന്നാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. നമ്മൾ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ കഴിയുന്നത്? ആ ടേമിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഹെൽത്തി ആയിട്ടുള്ളതും നോർമലി ഫംഗ്ഷൻ ചെയ്യുന്നതുമായിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉണ്ടെങ്കിൽ അതിനെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തി എന്ന് പറയാം. പക്ഷേ ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ബ്രോഡർ പെർസ്പെക്റ്റീവില് ആണ്. നമ്മൾ കുറച്ചും കൂടെ ബ്രോഡർ ആയിട്ടാണ്, കുറച്ചും കൂടെ വിശാലമായിട്ടാണ് നമ്മൾ അതിനെ മെൻഷൻ ചെയ്യേണ്ടത്. അത് ഇമോഷണൽ ആൻഡ് സോഷ്യൽ ആസ്പെക്റ്റും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് ടോട്ടൽ വെൽബീയിങ് ഇൻ ഓൾ ആസ്പെക്ട് ഓഫ് റീപ്രൊഡക്ഷൻ, അതായത് റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആസ്പെക്റ്റും വെൽബീയിങ് കറക്റ്റ് ആയിട്ട് ഇരിക്കണം, അതായത് വളരെ നന്നായി ഇരിക്കണം. അതിനെയാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ആ ആസ്പെക്ട്? ഫിസിക്കൽ, ഇമോഷണൽ, ബിഹേവിയർ ആൻഡ് സോഷ്യൽ ആസ്പെക്ട്. അതായത് റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിക്കൽ, ഇമോഷണൽ, ബിഹേവിയറൽ, സോഷ്യൽ ആസ്പെക്ട് എല്ലാം നല്ലതാണെങ്കിൽ നമ്മൾ റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി എന്ന് പറയാം. അതുകൊണ്ട് തന്നെ ഒരു സൊസൈറ്റി റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി എന്ന് പറയണമെങ്കിൽ ആ സൊസൈറ്റിയിലുള്ള ആളുകളെല്ലാം ഫിസിക്കലി ആൻഡ് ഫങ്ഷണലി നോർമൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഉള്ളവരായിരിക്കണം. അതേപോലെ തന്നെ അവർക്ക് നോർമൽ ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഇന്ററാക്ഷൻ ആയിരിക്കും ഉണ്ടാവേണ്ടത് ബാക്കി ആളുകളുമായിട്ട്. അതായത് സെക്സ് റിലേറ്റഡ് ആസ്പെക്റ്റിലെല്ലാം ഒരു നോർമൽ ഇമോഷണൽ ആൻഡ് ബിഹേവിയറൽ ഇന്ററാക്ഷൻസ് ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. എന്നാൽ മാത്രമാണ് നമുക്കത് റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി എന്ന് പറയാൻ കഴിയുള്ളൂ. എന്താണ് ഇതിന് മാത്രം ഇമ്പോർട്ടൻസ്? ഇതിന് വൈ ഈസ് ഇറ്റ് സിഗ്നിഫിക്കൻറ്റ് ടു മെയിൻറ്റെയിൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ആൻഡ് വാട്ട് ആർ ദ മെത്തേഡ്സ് ടേക്കൺ അപ് ടു അച്ചീവ് ഇറ്റ്? ഇനി നമുക്ക് ആ ഒരു കാര്യമാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നതും. അതേപോലെ തന്നെ എന്തൊക്കെയാണ് ആ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ സൊസൈറ്റിക്ക് ചെയ്യാൻ കഴിയുന്നത് എന്തൊക്കെയാണ് എന്നുമാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള, വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് കേട്ടോ. അപ്പൊ നമുക്ക് ഈ ഒരു പാരഗ്രാഫ് വായിച്ചു നോക്കാം. ഇത് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് ആണ്. യു ഹാവ് ലേൺഡ് അബൌട്ട് ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഫങ്ഷൻസ് ഇൻ ചാപ്റ്റർ 3. Now let's discuss a closely related topic, reproductive health. What do we understand by this term? The term simply refers to healthy reproductive organs with normal functions. However, it has a broader perspective and includes the emotional and social aspects of reproduction also. According to the World Health Organization or WHO, reproductive health means a total well-being in all aspects of reproduction, that is physical, emotional, behavioral and social. Therefore, a society with people having physically and functionally normal reproductive organs and normal emotional and behavioral interaction among them in all sex-related aspects might be called reproductively healthy. Why is it significant to maintain reproductive health and what are the methods taken up to achieve it? Let us examine them. Reproductive health problems and strategies. റീപ്രൊഡക്റ്റീവ് ഹെൽത്തും അതിന് അസോസിയേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും സ്ട്രാറ്റജീസും ഒക്കെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഇന്ത്യയാണ് ദ ഫസ്റ്റ് കൺട്രി ഇൻ ദ വേൾഡ്, ലോകത്തെ ഏറ്റവും ആദ്യം ഈ നാഷണൽ ലെവലിൽ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ട്, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് അറ്റൈൻ ചെയ്യാൻ വേണ്ടി, റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് ഒരു സോഷ്യൽ ഗോളാക്കി വെച്ചുകൊണ്ട്
ഒരു ആക്ഷൻ പ്ലാനും പ്രോഗ്രാംസും ഒക്കെ തയ്യാറാക്കിയ ഏക രാജ്യം ഇന്ത്യയാണ്. ഏറ്റവും ആദ്യം, ഏകരാജ്യം എന്നല്ല, ഇന്ത്യയാണ് വേൾഡിലെ ആദ്യം തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് അറ്റൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊരു സോഷ്യൽ ഗോളാക്കി എടുത്തുകൊണ്ട്, അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാക്കി എടുത്തുകൊണ്ട് ആദ്യമായി ഒരു ആക്ഷൻ പ്ലാൻ ഇനീഷ്യേറ്റ് ചെയ്തത് ഇന്ത്യയാണ്. ഈ പ്രോഗ്രാം ആണ് ഫാമിലി പ്ലാനിംഗ് എന്നറിയപ്പെടുന്നത്. അത് 1951 ഇനീഷ്യേറ്റ് ചെയ്തത്. അത് ഇപ്പോഴും നമ്മളത് തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അതിനകത്ത് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ്സ് ഒക്കെ വരുത്തണമെങ്കിൽ അതൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുന്നതാണ് കേട്ടോ. ഇംപ്രൂവ്ഡ് പ്രോഗ്രാംസ് കവറിംഗ് വൈഡർ റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ഏരിയാസ്. ഇന്ന് ഈ ഫാമിലി പ്ലാനിങ് കുറച്ചും കൂടെ ഇംപ്രൂവ് ചെയ്ത് റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ഏരിയാസ് ഒക്കെ കറന്റ് ഓപ്പറേഷൻസ് എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഇന്ന് ആ ഒരു പ്രോഗ്രാം അറിയപ്പെടുന്നത് റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം എന്നാണ്. അതായത് റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുള്ള ഫാമിലി പ്ലാനിംഗ് പ്രോഗ്രാംസിൽ കൂടുതൽ ഇംപ്ലിമെന്റേഷൻസും അതിൽ റിസർച്ചും ചെയ്ത് അതിന്റെ ഫർദർ ഡെവലപ്മെന്റ് എന്ന് വന്നു കഴിഞ്ഞപ്പോൾ അതിനെ ഇന്ന് നമ്മൾ ഒരു അറിയപ്പെടുന്ന ഒരു പേര് ഫാമിലി പ്ലാനിംഗ് എന്നല്ല, റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം അല്ലെങ്കിൽ RCH പ്രോഗ്രാംസ് എന്നാണ് കേട്ടോ. ഈ ഒരു പ്രോഗ്രാമിൽ ചെയ്യുന്നത് ആളുകളുടെ ഇടയിൽ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. എന്തിനെ കുറിച്ചിട്ടാ? റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആസ്പെക്ട്സിനെ കുറിച്ചിട്ട് ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കുള്ള ഫെസിലിറ്റീസ്, അതുപോലെ തന്നെ സപ്പോർട്ട്, അതുപോലെ ബിൽഡിംഗ്, റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി ചെയ്യാൻ വേണ്ടിയിട്ട്, ബിൽഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും. അത് എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവയർനെസ്, ആളുകളുടെ ഇടയിൽ അവയർനെസ് ഉണ്ടാക്കുക, അതേപോലെ തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ്, അതായത് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ട്, അത് മെഡിക്കൽ സപ്പോർട്ട് ആണെങ്കിൽ മെഡിക്കൽ സപ്പോർട്ട്, അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഹാൻഡ് സപ്പോർട്ട്, അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന അതാണ് ഇതിന്റെ മേജർ ടാസ്ക് എന്ന് പറയുന്നത്. ഈ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാമിന്റെ മേജർ ടാസ്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഈ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാമിൽ അവയർനെസ് കൊടുക്കുക എന്ന് പറഞ്ഞു അല്ലെ. അവയർനെസ് കൊടുക്കുന്നത് ഓഡിയോ വിഷ്വൽ മീഡിയ, അതുപോലെ തന്നെ പ്രിന്റ് മീഡിയ, ഗവൺമെന്റൽ ആൻഡ് നോൺ ഗവൺമെന്റൽ ഏജൻസീസ് വഴിയൊക്കെ പല സ്റ്റെപ്സും എടുത്തിട്ടുണ്ട്. അവയർനെസ് ആളുകളുടെ ഇടയിൽ റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട്, റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ബെറ്റർ അവയർനെസ് അല്ലെങ്കിൽ നല്ല അവയർനെസ് ആളുകളുടെ ഇടയിൽ ക്രിയേറ്റ് ചെയ്താൽ തന്നെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണത് കേട്ടോ. അതിൽ ടേക്ക് പാർട്ട് ചെയ്യുന്ന കുറെ എന്താ പറയാ പാർട്ടിസിപ്പൻസ്, അല്ലെങ്കിൽ അതിൽ ടേക്ക് പാർട്ട് ചെയ്യാൻ കഴിയുന്ന കുറെ ആളുകളാണ് പേരൻസ്, ക്ലോസ് റിലേറ്റീവ്സ്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്. അവർക്കൊക്കെ ഒരു മേജർ റോൾ ഉണ്ട് ഈ പറയുന്ന അവയർനെസ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാനായിട്ട്. അതായത് പേരൻസ് അവരെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം, സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാം, അതേപോലെ തന്നെ ക്ലോസ് റിലേറ്റീവ്സിന് പറഞ്ഞു കൊടുക്കാം, ടീച്ചേഴ്സിന് പറഞ്ഞു കൊടുക്കാം, ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ഇവര് എല്ലാം നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ഈ സെക്സ് റിലേറ്റഡ് ആസ്പെക്ട്സ് ഹാൻഡിൽ ചെയ്യുകയാണെങ്കിൽ ദർ വിൽ നോട്ട് ബി എനി സെക്സ് അബ്യൂസ് ഇൻ ദ സൊസൈറ്റി. അങ്ങനെ പല കാര്യങ്ങളും അവോയ്ഡ് ചെയ്യാൻ കഴിയും. അതേപോലെ സെക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഒക്കെ അവോയ്ഡ് ചെയ്യാൻ അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. സെക്സ് എഡ്യൂക്കേഷൻ സ്കൂൾസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന വളരെ നല്ല കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ സ്കൂൾ ചിൽഡ്രനിലാണ് ഒരുപാട് മിത്തും മിസ്കോൺസെപ്റ്റും, അവർക്കൊരു എന്തോ ഒന്ന് ഒരു വലിയ കാര്യമാണ് എന്നുള്ള ആ ഒരു ചിന്ത അതൊക്കെ മാറ്റി നല്ല നേരാൻ വഴിക്ക് കുട്ടികളെ നയിക്കാൻ വേണ്ടിയിട്ട് ഈ സെക്സ് എഡ്യൂക്കേഷൻ സ്കൂളിൽ കൊടുക്കുന്നതൊക്കെ വളരെ ഉപകരിക്കും കേട്ടോ. അതേപോലെ ആളുകളുടെ ഇടയിൽ പ്രോപ്പർ ഇൻഫർമേഷൻ അബൌട്ട് ദ റീപ്രൊഡക്റ്റീവ് ഓർഗൻസിനെ കുറിച്ചിട്ടുള്ള പ്രോപ്പർ ഇൻഫർമേഷനും, അഡോളസൻസ് ഏജിൽ വരുന്ന ചേഞ്ചസും, അഡോളസൻസ് ഏജും അതിൽ വരുന്ന റിലേറ്റഡ് ചേഞ്ചസും, സേഫ് ആൻഡ് ഹൈജീനിക് സെക്ഷൽ പ്രാക്ടീസസും, അത് വളരെ സേഫ് ആയിട്ടുള്ള ഹൈജീനിക് ആയിട്ടുള്ള സെക്ഷൽ പ്രാക്ടീസസും, സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസിനെ കുറിച്ചിട്ടുള്ള അവയർനെസ്, എയ്ഡ്സിനെ കുറിച്ചിട്ടുള്ള അവയർനെസ്, ഇതൊക്കെ ആളുകൾക്ക് വളരെയേറെ സഹായിക്കും. ആ മേജർലി അഡോളസൻ ഏജ് ഗ്രൂപ്പിന് റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ സഹായിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന അഡോളസൻ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്കാണ് പല കാര്യങ്ങളും അറിയാതെ അവര് വഴിതെറ്റി പോവാനൊക്കെ കാരണമാകുന്നത്. അപ്പൊ അങ്ങനെ ഒരു കണ്ടീഷൻസ് ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള ഒരു പ്രോപ്പർ അവയർനെസ് സ്കൂളുകളിൽ കണ്ടക്ട് ചെയ്യുന്ന അവയർനെസ് പ്രോഗ്രാം, അതേപോലെ ടീച്ചേഴ്സിന്റെ ഗൈഡൻസിൽ നടത്തുന്ന അവയർനെസ് പ്രോഗ്രാം, അതേപോലെ പേരൻസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക,
കൊടുക്കുന്നത്. അതുപോലെ ഫ്രണ്ട്സ്, കുട്ടികൾക്ക് ഫ്രണ്ട്സ് നല്ല 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 ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഈ തരത്തിലുള്ള കൂട്ടുകെട്ടുകളിലൊന്നും ചെന്ന് ചാടാതിരിക്കും അല്ലെ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവയർനെസ് കൊടുക്കാനുള്ള ഒരു ഫെസിലിറ്റി അത് ഈ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ആളുകളെ എഡ്യൂക്കേറ്റ് ചെയ്യുക, അതായത് ഫെർട്ടൈൽ കപ്പിളിനെ എസ്പെഷ്യലി, അതായത് ഇപ്പോൾ മാരേജബിൾ ഏജ് ഗ്രൂപ്പ് ഉണ്ടല്ലോ, കല്യാണം കഴിക്കാറായ ആളുകളെ, അവൈലബിൾ ബർത്ത് കൺട്രോൾ ഓപ്ഷൻസ്, അതായത് നമുക്കറിയാം ഇന്നത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു ത്രെറ്റ് തന്നെയാണ് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത്. പോപ്പുലേഷൻ ഇങ്ങനെ ഒരുപാട് കൂടി വരാൻ പാടില്ല. അപ്പൊ ഈ മാരേജബിൾ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് നമ്മൾ അവയർനെസ് കൊടുക്കുക, ഒരുപാട് കോൺട്രാസെപ്റ്റിക് മെത്തേഡൊക്കെ അല്ലെങ്കിൽ ബർത്ത് കൺട്രോൾ ഓപ്ഷൻസ് ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക, അതിനെക്കുറിച്ചിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കുക. അതൊക്കെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത് കുറയ്ക്കാൻ സഹായിക്കും. അതേപോലെ പ്രഗ്നന്റ് മദേഴ്സിനെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, പോസ്റ്റ് നേറ്റൽ കെയർ എങ്ങനെയാണ് ഒരു മദറിന് കൊടുക്കേണ്ടത്. പോസ്റ്റ് നേറ്റൽ കെയർ എന്ന് പറഞ്ഞാൽ കുഞ്ഞുണ്ടായി കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് വീണ്ടും കെയർ വേണം. അപ്പൊ ആ ഒരു കെയർ എങ്ങനെയാണ് കൊടുക്കേണ്ടത്, കുഞ്ഞിനെ എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത്, ബ്രസ്റ്റ് ഫീഡിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, അതേപോലെ മെയിൽ ഫീമെയിൽ ചൈൽഡിന്റെ ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ്, അതായത് എനിക്ക് മെയിൽ ചൈൽഡ് തന്നെ വേണം അല്ലെങ്കിൽ ഫീമെയിൽ ചൈൽഡ് തന്നെ വേണം, അങ്ങനെ ഒരു കണ്ടീഷൻ, അതിനെ കുറിച്ചിട്ടുള്ളൊക്കെ അവയർനെസ് കൊടുക്കുന്നത് ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാമിന്റെ ഒരു ലക്ഷ്യം തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ സോഷ്യലി കോൺഷ്യസ് ഹെൽത്തി ഫാമിലീസ്, അതായത് ഡിസൈഡ് സൈസ് ഉള്ള ഒരു എന്താ പറയാ 2 കുഞ്ഞുങ്ങൾ അടങ്ങുന്ന ഒരു കുടുംബം, അതായത് ചെറിയ കുടുംബത്തിനെ കുറിച്ചിട്ടുള്ള ചെറിയ കുടുംബത്തിനെ പ്രൊമോട്ട് ചെയ്യത്തക്ക രീതിയിൽ ഉള്ള അവയർനെസ് ഒക്കെ കൊടുക്കുക. ഇതൊക്കെയാണ് ഈ പറയുന്ന ഫാമിലി പ്ലാനിങ്ങിനോട് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാമിനോട് അസോസിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടോ. അതേപോലെ തന്നെ അൺകൺട്രോൾഡ് പോപ്പുലേഷൻ ഗ്രോത്തിനെ അതിൽ നിന്നുണ്ടാകുന്ന ഇമ്പാക്ട്, സെക്സ് അബ്യൂസ്, സെക്സ് റിലേറ്റഡ് ക്രൈംസ്, അതേപോലെ ഈ വക കാര്യങ്ങളെ കുറിച്ചിട്ട് ആളുകൾക്ക് അവയർനെസ് കൊടുക്കുകയും അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള സ്റ്റെപ്പ് എല്ലാവരുടെയും മേൽനോട്ടത്തിൽ അതിനെ പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു സ്റ്റെപ്പ് എടുക്കുന്നതിനെ പറ്റിയിട്ടും ഒക്കെ ഉള്ള ആ ഒരു മോട്ടിവേഷൻ കൊടുക്കുക. അതൊക്കെ ഒരു സോഷ്യലി റെസ്പോൺസിബിൾ ആൻഡ് ഹെൽത്തി സൊസൈറ്റി ബ്രിങ് അപ്പ് ചെയ്യാൻ വളരെ സഹായിക്കും കേട്ടോ. അപ്പൊ നമുക്ക് ആ ഒരു 2 പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. Reproductive health problems and strategies. India was among the first countries in the world to initiate action plans and programs at a national level to attain total reproductive health as a social goal. These programs, called family planning, were initiated in 1951 and were periodically assessed over the past decades. Improved programs covering a wider reproduction related areas are currently in operation under the popular name reproductive and child health care programs, creating awareness among people about various reproduction related aspects and providing facilities and support for building up a reproductively healthy society are the major tasks under these programs. With the help of audio, visual and the print media, governmental and non-governmental agencies have taken various steps to create awareness among the people about reproduction related aspects. Parents, other close relatives, teachers and friends also have a major role in the dissemination of the above information. Introduction of sex education in schools should also be encouraged to provide right information to the young so as to discourage children from believing in myth and having misconceptions about sex related aspects. Proper information about reproductive organs, adolescence and related changes, safe and hygienic sexual practices, sexually transmitted diseases, AIDS, etc. would help people, especially those in adolescent age group, to lead a reproductively healthy life. Educating people, especially fertile couple and those in marriageable age group, about available birth control options, care of pregnant mothers, postnatal care of the mother and child, importance of breastfeeding, equal opportunities for the male and female child, etc. would address the importance of bringing up socially conscious, healthy families of desired size. Awareness of problems due to uncontrolled population growth, social evils like sex abuse and sex related crimes, etc. need to be created to enable people to think and take up necessary steps to prevent them and thereby build up a socially responsible and healthy society.
അപ്പോൾ ഇതുപോലെ അവയർനെസ് പ്രോഗ്രാംസ് മാത്രം പോരാ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാമിൽ നല്ല ഒരു റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആയിട്ടുള്ള സൊസൈറ്റി ബ്രിങ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഈ അവയർനെസ് പ്രോഗ്രാമിനെ പോലെ തന്നെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് വേരിയസ് ആക്ഷൻ പ്ലാൻസ് ടു അറ്റൈൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് റിക്വയർ സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി വേണം. അതായത് റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി സൊസൈറ്റി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റി വേണം, പ്രൊഫഷണൽ എക്സ്പെർട്ടൈസ് വേണം, മെറ്റീരിയൽ സപ്പോർട്ടും വേണം. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ അവർക്ക് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾക്ക് അവർക്ക് എല്ലാ തരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് അസിസ്റ്റൻസും കൊടുക്കണമെങ്കിൽ, മെഡിക്കൽ അസിസ്റ്റൻസും എല്ലാം കൊടുക്കണമെങ്കിൽ ഈ പറയുന്ന ഇൻഫ്രാസ്ട്രക്ചറും പ്രൊഫഷണൽ എക്സ്പെർട്ടൈസിനെ മെറ്റീരിയൽ സപ്പോർട്ടും ഒക്കെ വേണ്ടതായിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ These are essential to provide medical assistance and care to people in reproduction related problems. Reproduction related problems എന്ന് പറയുന്നത് pregnancy, delivery, sexually transmitted diseases, abortions, contraceptions എന്ന് പറഞ്ഞാൽ ബർത്ത് കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ഡിഫറെന്റ് ഏജൻസ്, menstrual problems, infertility, ഇതിനെയൊക്കെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ലൊരു ഇൻഫ്രാസ്ട്രക്ചറും അതുപോലെ മെറ്റീരിയൽ സപ്പോർട്ടും അതുപോലെ പ്രൊഫഷണൽ എക്സ്പെർട്ടൈസിന്റെ സപ്പോർട്ടൊക്കെ നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ബെറ്റർ ടെക്നിക്കും ന്യൂ സ്ട്രാറ്റജീസും ടൈം ടു ടൈം അത് എഫിഷ്യൻ്റ് ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്ത് മോർ എഫിഷ്യൻറ്റ് കെയറും അസിസ്റ്റൻസും ആളുകൾക്ക് കൊടുക്കാൻ വേണ്ടി ഇന്നും റിസർച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ വേറൊന്നാണ് ഈ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാമിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ച വേറൊന്നാണ് ആംനിയോസെന്റസിസ്. ആംനിയോസെന്റസിസ് ആവശ്യമില്ലാതെ ചെയ്യുന്ന സ്റ്റാറ്റ്യൂട്ടറി ബാൻ ഓൺ ആംനിയോസെന്റസിസ്. അതെന്താണെന്നറിയോ? സെക്സ് ഡിറ്റർമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചില ആളുകൾ ആംനിയോസെന്റസിസ് ചെയ്യാറുണ്ട്. സെക്സ് ഡിറ്റർമിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആംനിയോസെന്റസിസ് ചെയ്യുന്നത് സാധാരണ ലീഗലി അത് സ്റ്റോപ്പ് ചെയ്തിട്ടുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫീമെയിൽ ഫീറ്റിസൈഡ്, അതായത് പെൺകുഞ്ഞുങ്ങളുടെ ഫീറ്റിസൈഡ്, അതായത് അവരുടെ ഫീറ്റസിനെ കൊന്നുകളയുക എന്നുള്ള ആ ഒരു പ്രവണത കൂടി വരുന്നതുകൊണ്ട് മെനാസ് എന്ന് പറഞ്ഞ ഭീഷണിയാണ് കേട്ടോ. ഫീമെയിൽ ഫീറ്റിസൈഡിന്റെ ഭീഷണി കൂടി വരുന്നത് കൊണ്ടാണ് ഈ പറയുന്ന ആംനിയോസെന്റസിസ് ചെക്ക് ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ മാസീവ് ചൈൽഡ് ഇമ്മ്യൂണൈസേഷൻ, നമുക്കറിയാലോ, ഓരോ കുഞ്ഞും ജനിച്ചു കഴിയുമ്പോൾ ഓരോ ആഴ്ച കഴിയുമ്പോഴും ഓരോ മാസങ്ങൾ പിന്നിടുമ്പോഴും നമുക്ക് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ ആ ഇമ്മ്യൂണൈസേഷൻ കറക്റ്റായിട്ട് നമ്മളെ ഇൻഫോം ചെയ്യുന്ന ആളുകളുണ്ട് അല്ലേ. അതൊക്കെ ഈ റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാമിന്റെ ഭാഗമായിട്ടുള്ളതാണ് കേട്ടോ. അതേപോലെ ഈ എല്ലാ കാര്യങ്ങളും ആംനിയോസെന്റസിസിനെ ബാൻ ചെയ്തേക്കുന്നത്, അതേപോലെ സെക്സ് ഓഫ് ദ ബേബി പുറത്ത് പറയുന്നത്, അതായത് ഇപ്പോൾ ഈവൻ സ്കാനിങ് റിപ്പോർട്ടിൽ പോലും കുഞ്ഞിന്റെ സെക്സ് പുറത്ത് പറയാൻ പാടില്ല എന്നാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബാൻ ചെയ്തേക്കുന്നൊക്കെ ഈ ഒരു പ്ലാനിങ്ങിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിച്ചേക്കുന്ന ഒന്നാണ് കേട്ടോ. അതേപോലെ ആംനിയോസെന്റസിസ് സാധാരണയായിട്ട് നടക്കാറുണ്ട്. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ചില ജനറ്റിക് ഡിസോർഡേഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ആംനിയോസെന്റസിസ് എന്ന് പറയുന്നത് ഡെവലപ്പിംഗ് ഫീറ്റസ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഭാഗത്ത് ആംനിയോട്ടിക് ഫ്ലൂയിഡ് എടുത്ത് അതിന്റെ ഫീറ്റൽ സെൽസിനെ അനലൈസ് ചെയ്യുന്നതാണ്. ഓക്കെ, ഫീറ്റൽ സെൽസും അതുപോലെ ഡിസോൾവ്ഡ് സബ്സ്റ്റൻസസും ഒക്കെ അനലൈസ് ചെയ്യുന്നതാണ്. അവിടെ കാരിയോടൈപ്പിംഗ് ആണ് ചെയ്യുന്നത്, ജനറ്റിക് അനാലിസിസ് ആണ് ചെയ്യുന്നത്. ഇത് സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ഇതിന് വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ജനറ്റിക് ഡിസോർഡേഴ്സ് ലൈക്ക് ഡൗൺ സിൻഡ്രോം, ഹീമോഫീലിയ, സിക്കിൾ സെൽ അനീമിയ, ഇതേപോലത്തെയുള്ള ജനറ്റിക് ഡിസോർഡേഴ്സ് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ഫീറ്റസ് സർവൈവ് ചെയ്യില്ലാത്ത രീതിയിലുള്ള എന്തെങ്കിലും ജനറ്റിക് ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ അതിന് വേണ്ട നടപടികൾ ചെയ്യാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസസിൽ നെക്സ്റ്റ് എന്ത് ചെയ്യാം എന്ന് ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ശരിക്കും ആംനിയോസെന്റസിസ് ചെയ്യുന്നത്. അതല്ലാതെ കുഞ്ഞിന്റെ സെക്സ് ഏതാണെന്ന് അറിഞ്ഞ് ഫീമെയിൽ ഫീറ്റിസൈഡിനൊന്നും വേണ്ടിയിട്ടല്ല. അതുകൊണ്ടാണ് അതിനെ ബാൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതുപോലെ മാസീവ് ചൈൽഡ് ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം, അതും ഇതിന്റെ ഒരു ഭാഗം തന്നെയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഈ പാരഗ്രാഫ് ഒന്ന് വായിച്ചു നോക്കാം. സക്സസ്ഫുൾ ഇംപ്ലിമെന്റേഷൻ ഓഫ് വേരിയസ് ആക്ഷൻ പ്ലാൻസ് ടു അറ്റൈൻ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് റിക്വയർസ് സ്ട്രോങ് ഇൻഫ്രാസ്ട്രക്ചറൽ ഫെസിലിറ്റീസ്, professional expertise and material support. These are essential to provide medical assistance and care to people in reproduction related problems like pregnancy, delivery, sexually transmitted diseases, abortions, contraceptions, menstrual problems, infertility, etc. Implementation of better techniques and new strategies from time to time are also required to provide more efficient care and assistance to people. Statutory ban on amniocentesis for sex determination to legally check increasing menace of female feticide. Menace എന്ന് പറഞ്ഞാൽ ഭീഷണി.
Massive child immunization, etc. are some programs that merit mention in this connection. In amniocentesis, some of the amniotic fluid of the developing fetus is taken to analyze the fetal cells and dissolve the dissolved substances. This procedure is used to test for the presence of certain genetic disorders such as Down syndrome, hemophilia, sickle cell anemia, etc. determine the survivability of the fetus. ഈ റീപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാം അത് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇന്നും അതിനകത്ത് ഒരുപാട് റിസർച്ചും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ചാൽ ഗവൺമെന്റൽ ആൻഡ് നോൺ ഗവൺമെന്റൽ ഏജൻസീസ് രണ്ടും ഇതിനകത്ത് റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ടു ഇംപ്ലിമെന്റ് ദ ന്യൂ മെത്തേഡ്സ്, പുതിയ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി, പുതിയ പുതിയ മെത്തേഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ എക്സിസ്റ്റ് ചെയ്യുന്ന പല മെത്തേഡ്സും നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വേണ്ടിയിട്ട് നമ്മൾ കൈക്കൊണ്ടിട്ടുള്ള പല കാര്യങ്ങളും, അത് എക്സിസ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യാൻ എന്തെങ്കിലും മാർഗമുണ്ടോ എന്നൊക്കെ റിസർച്ച് ഇന്നും ഗവൺമെന്റൽ ഏജൻസീസും നോൺ ഗവൺമെന്റൽ ഏജൻസീസും ഒക്കെ എടുത്ത് റെസ്പോൺസിബിലിറ്റി എടുത്ത് ചെയ്യുന്നതാണ്. നമുക്ക് ഓൾറെഡി അറിയാം സഹേലി എന്ന് പറയുന്ന ഒരു ഓറൽ കോൺട്രാസെപ്റ്റീവ്. ഈ ഓറൽ കോൺട്രാസെപ്റ്റീവ് ശരിക്കും പറഞ്ഞ നോൺ സ്റ്റിറോയിഡൽ ആണ് കേട്ടോ. സാധാരണയായിട്ട് ഈ പറയുന്ന കോൺട്രാസെപ്റ്റീവ് പിൽസ് എടുക്കുന്ന ആളുകൾ അത് സ്റ്റിറോയിഡ് പിൽസ് ആയതുകൊണ്ട് ഹോർമോണൽ വേരിയേഷൻ ഉണ്ടാവാനും ഒരു കൂടുതൽ സൈഡ് എഫക്ട്സ് ഉണ്ടാവാനൊക്കെ കാരണമാവും. പക്ഷേ ഈ നോൺ സ്റ്റിറോയിഡൽ ആയിട്ടുള്ള സഹേലി എന്ന് പറയുന്ന ന്യൂ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫോർ ഫീമെയിൽ അതൊക്കെ ഡെവലപ്പ് ചെയ്ത് ഇതിന്റെ ഇംപ്രൂവ്മെന്റിന്റെ ഭാഗമായിട്ടാണ്, അല്ലാതെ വേറെ കോൺട്രാസെപ്റ്റീവ് പിൽ ഇല്ലാത്തത് കൊണ്ടല്ല. അപ്പോൾ ഇതിന്റെ ഇംപ്രൂവ്മെന്റ് ഈ ഒരു റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാമിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻ ലക്നൗ, ഇന്ത്യയിൽ സെൻട്രൽ ഡ്രഗ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ലക്നൌവിൽ കണ്ടുപിടിച്ചൊരു മരുന്നാണ് സഹേലി എന്ന് പറയുന്നത്. സഹേലി നോൺ സ്റ്റിറോയിഡൽ ആണ്. അത് നോൺ സ്റ്റിറോയിഡൽ ആയതുകൊണ്ട് തന്നെ അവിടെ ഒരുപാട് സൈഡ് എഫക്റ്റും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ അത് ഒരു നല്ല കോൺട്രാസെപ്റ്റീവ് പില്ലായിട്ട് ആക്ട് ചെയ്യുന്നതാണ് കേട്ടോ. അതേപോലെ തന്നെ ബെറ്റർ അവയർനെസ് അബൌട്ട് സെക്സ് റിലേറ്റഡ് മാറ്റേഴ്സ്, അതായത് സെക്സ് റിലേറ്റഡ് മാറ്ററിനെ കുറിച്ചിട്ടുള്ള ബെറ്റർ അവയർനെസ്സും മെഡിക്കലി അസിസ്റ്റഡ് ഡെലിവറീസ് കൂടിയതും പോസ്റ്റ് നേറ്റൽ കെയർ കൂടിയതും ഒക്കെ മെറ്റേണൽ ആൻഡ് ഇൻഫന്റ് മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കാൻ സഹായിച്ചു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെത്ത് റേറ്റ് കുറഞ്ഞു. അതുകൊണ്ട് തന്നെ ഈ റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് കെയർ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് ഇന്ന് നമുക്ക് കുറേ നമ്പർ ഓഫ് ഫാമിലി വിത്ത് സ്മോൾ നമ്പേഴ്സ്, അതായത് നമ്പർ ഓഫ് കപ്പിൾ വിത്ത് സ്മോൾ ഫാമിലി, അതായത് കുറച്ച് കുട്ടികൾ ഉൾപ്പെടുന്ന, പണ്ടൊക്കെ 8ഉം 10ഉം 12ഉം കുട്ടികളൊക്കെ ആയിരുന്നു. ഇപ്പം അത് 1, 2, 3 മാക്സിമം അങ്ങനെയൊക്കെ ആയിട്ട് ചുരുങ്ങാൻ കാരണമായി. അതേപോലെ തന്നെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഓൺ ടൈം കണ്ടുപിടിക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർ മെഡിക്കേഷൻ കൊടുക്കുകയും ചെയ്യുന്നത് ഇതിൻ്റെ ഒരു അച്ചീവ്മെന്റ് തന്നെയാണ് കേട്ടോ. ഈ സെക്സ് റിലേറ്റഡ് പ്രോബ്ലംസ് എല്ലാം ഈ തരത്തിലുള്ള റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തി നമുക്ക് റീപ്രൊഡക്റ്റീവ്ലി ഹെൽത്തി ആയിട്ടുള്ള ഒരു സൊസൈറ്റീനെ തന്നെ ക്രിയേറ്റ് ചെയ്യാനും ആ റീപ്രൊഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് പ്രോഗ്രാം പലതരത്തിൽ ഇംപ്രൂവ് ചെയ്യുന്നത് നമ്മളിന്ന് നോക്കിയാൽ കാണാനാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗം വരെ ജസ്റ്റ് അതൊരു എന്താ പറയുക ഒരു ഇൻട്രൊഡക്ഷൻ മാതിരിയാണ്. ഇൻട്രൊഡക്ഷൻ മാതിരിയല്ല, തിയറിയാണ്, കംപ്ലീറ്റ് തിയറിയാണ്. അപ്പോൾ ഈ തിയറി വായിച്ചോളണം കേട്ടോ. ഞാനിവിടെ സെന്റൻസ് ബൈ സെന്റൻസ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്, എങ്കിലും നിങ്ങൾ നന്നായി ഇതൊന്ന് വായിച്ചു നോക്കണം കേട്ടോ. അപ്പൊ ഞാൻ ഈ പാരഗ്രാഫ് ഒന്ന് വായിക്കാം. റിസർച്ച് ഓൺ വേരിയസ് റീപ്രൊഡക്ഷൻ റിലേറ്റഡ് ഏരിയാസ് ആർ എൻകറേജ്ഡ് ആൻഡ് സപ്പോർട്ടഡ് ബൈ ഗവൺമെന്റൽ ആൻഡ് നോൺ ഗവൺമെന്റൽ ഏജൻസീസ് ടു ഫൈൻഡ് ഔട്ട് ന്യൂ മെത്തേഡ്സ് ആൻഡ് ഓർ ടു ഇംപ്രൂവ് അപ്പോൺ ദ എക്സിസ്റ്റിംഗ് വൺസ്. ഡു യു നോ ദാറ്റ് സഹേലി, എ ന്യൂ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഫോർ ദ ഫീമെയിൽ, വാസ് ഡെവലപ്ഡ് by scientists at Central Drug Research Institute in Lucknow, India? Better awareness about sex-related matters, increased number of medically assisted deliveries, and better postnatal care leading to decreased maternal and infant mortality rate, increased number of couple with small families, better detection and cure of STDs, and overall increased medical facilities for all sex-related problems, etc. all indicate improved reproductive health of the society. കേട്ടോ. അപ്പോൾ ഈ ഒരു സെഷനിൽ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് ബർത്ത് കൺട്രോൾ ഏതൊക്കെയാണ്, എന്താണ് പോപ്പുലേഷൻ സ്റ്റെബിലൈസേഷനും ബർത്ത് കൺട്രോളും നമുക്ക് നെക്സ്റ്റ് സെഷനിൽ പഠിക്കാം കേട്ടോ.